അപ്പോൾ ഒരു കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വാഴയും ഒക്കെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നനയ്ക്കാനായിട്ട് പോകണേ വീടിൻ്റെ പുറകിലായിട്ട് കേട്ടോ. ഒരു കുറച്ച് സ്ഥലമുണ്ട്, നമുക്ക് ഏകദേശം ഒരു 99 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് ഈ വീടിൻ്റെ പുറകിൽ വീടിരിക്കുന്ന മൊത്തം. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് വാഴയും അതേപോലെ തന്നെ ചെറിയ പച്ചക്കറി കൃഷികളും കുറച്ച് സ്ഥലം കന്നാര നടാനായിട്ട് ഒരു 17 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ മാത്രമുള്ള. അപ്പോൾ കന്നാര നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഒപ്പം തന്നെ റബ്ബർ വെച്ചിരുന്നതാണ് നമ്മളായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് പയർ ഒക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു രക്ഷയില്ല. കാരണം അതൊക്കെ ഇന്നലെ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ നനച്ചിട്ടേക്കണമായിരുന്നു. അതുപോലെ വാഴയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അതുമാതിരിയുള്ള വെയിലാണ്. കാര്യം നമ്മുടെ വീടിന് മുമ്പിൽ കൂടെയൊക്കെ വലിയ കനാലൊക്കെ ഉള്ളുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മൊത്തം ഈ പറഞ്ഞ പോലെ ഉണങ്ങി ഉള്ള ഒരു അവസ്ഥയിലേക്കാണ്. അത് ജാതി വലിയ കുഴപ്പമില്ലാണ്ട് ഡെയിലി നനയ്ക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയെങ്കിലും കുഴപ്പമില്ലാണ്ട് നിൽക്കണം. ഈ ഒരു 3-4 ദിവസമായി, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി ആ പയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വളമിട്ട് കൊടുക്കണം അടുത്ത ദിവസങ്ങളിൽ. അതായത് ഇപ്പോൾ ഇത് ആണ് നമ്മുടെ വീടിൻ്റെ പിൻഭാഗം. ഈ ഒരു ജാതി ഉണ്ടോ, കഴിഞ്ഞ കൊല്ലം എനിക്ക് ഏകദേശം ഒരു 12,000-13,000 രൂപയോളം ഈ ഒരു ജാതിയിൽ നിന്ന് മാത്രം വരുമാനം കിട്ടിയതാണ്. മൊത്തം ഒരു 5-8 ജാതി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന 2-3 ജാതികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നനായി പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം. അപ്പോൾ അതിനുള്ള പണികളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓരോ വാഴയുടെ ചുവട്ടിലായിട്ട് വെള്ളം, നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്കൊരു 5-ൻ്റെ മോട്ടർ താഴെയുള്ള ഒരു ചെറിയ കുളമുണ്ട്, അവിടെ നിന്ന് അടിച്ച് കയറ്റിയെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ മൊത്തം സ്റ്റൈലൊക്കെ മൊത്തം മാറി വന്നുകൊണ്ട് ഏതായാലും നമ്മൾ ഒരു പൈപ്പ് ഇതേപോലെ തന്നെ ചീറ്റിച്ചാണ് നനയ്ക്കല്. അത്ര ക്ലിയറൊന്നും ആവില്ല. പിന്നെ നമ്മൾ ശരിക്കും ഒരു വെള്ളം തിരിച്ച് നനയ്ക്കുന്ന അത്രയും ഒരു ഇതാവില്ല. പക്ഷേ അത് നട്ടേക്കണ ഒരു രീതിയൊക്കെ വെച്ചിട്ട് നേരത്തെയൊക്കെ നമ്മൾ തടവടത്തൊക്കെയാണ് വാഴയൊക്കെ നട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ രീതികളൊക്കെ കുറേ വ്യത്യാസം വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ തൽക്കാലം നനയ്ക്കാൻ പറ്റുന്നുള്ളൂ. ഏതായാലും ദൈവം സഹായിച്ച ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ ഇത് നനച്ച് കഴിഞ്ഞിട്ട് അപ്പുറം കുറച്ച് സ്ഥലം കൂടെ നനയ്ക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഈ പയറൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് നനച്ചിട്ട് ഇപ്പോൾ നാളെ എന്തായാലും കുറച്ച് വളം മേടിച്ച് എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അതേപോലെ കൃത്യമായിട്ട് ആ വെയിൽ ആ വാരത്തിലേക്ക് ഞങ്ങൾ വാരം മാടിയാന്ന് കേട്ടോ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, വാരം മാടി പയർ കളയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് റെഡിയാക്കി എല്ലാം വാഴയുടെ ചുവട്ടിക്കൂടെയൊക്കെ ശരിക്കും വെള്ളം നല്ല രീതിയിൽ തന്നെ നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് നനച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ താഴെ നിൽക്കുന്ന ആ കന്നാരകളുടെയൊക്കെ ചെറിയ കാഴ്ചകളൊക്കെയാണ്. അവർ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നട്ടേക്കണവർ ഒന്ന് നനച്ചേച്ച് പോകും. അല്ലാതെ നമ്മൾ തെങ്ങിൻ്റെ ഓല അതിലേക്ക് വെയിൽ നേരിട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ പുതയിട്ടേക്കുണ്ട്. പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കളകളായിട്ട് ഉണ്ടാകുന്ന പുല്ലൊക്കെ പറിച്ച് അവരതിൻ്റെ മുകളിലേക്ക് തന്നെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഈ പണി തുടങ്ങിയ പിന്നെ കേട്ടോ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാവണേ. കാരണം എന്താണെന്ന് വെച്ചിട്ട് പഴയ രീതിയിലുള്ള കൃഷി നമുക്ക് ഈ പറഞ്ഞ ഒട്ടും പറ്റില്ല. അതേപോലെ ഒരുപാട് പ്രാണികൾ, കീടങ്ങൾ, ഭയങ്കര തരത്തിൽ ചില എന്തൊക്കെയോ ഈ വാഴയ്ക്കും ഒക്കെ എന്തൊക്കെയോ അസുഖങ്ങൾ. നേരത്തെ ഒന്നും ഇത്രയൊന്നും ഒരു പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പയ്യൻ പുള്ളി പുറത്തെ കൊണ്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പുള്ളി ഇച്ചിരി സ്റ്റൈലിഷായിട്ടാണ് വീഡിയോ ഒക്കെ ഒന്നുകൂടെ ആ പയറിനൊക്കെ കുറച്ച് അടുത്ത് കാണിക്കുന്ന വിധത്തിലൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരെ ആകുമ്പോൾ ഒരു വേറൊരു രീതി അവർക്ക് കാണുമല്ലോ. അതേപോലെ തന്നെ വേറൊരു ചെറിയ കാഴ്ച, ഒരു അതിമനോഹരമായിട്ടുള്ള വേറൊരു കാഴ്ച കൂടിയുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു നീ അതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പതുക്കെ ആ പൈനാപ്പിളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മൊത്തത്തിലുള്ള ഇത് നമ്മൾ നനയ്ക്കുന്ന പൈപ്പ് എത്തില്ല എല്ലാ വാഴകളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് വെള്ളം പിടിച്ച് ഒഴിച്ചെടുക്കുകയാണ്. അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം കൊണ്ടുപോകുന്നത്. ഏകദേശം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ ഈ പൈപ്പ് എത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറേ നമ്മൾ ചീറ്റിച്ച് നനയ്ക്കും. ബാക്കിയുള്ളത്
ഈ പറഞ്ഞ പോലെ ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടൊഴിച്ച് നനയ്ക്കും. അപ്പോൾ ഞാൻ ആ പൈനാപ്പിളിൻ്റെ അടുത്തേക്ക് ഒന്ന് പയ്യനോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളിലേക്ക് ഇപ്പോൾ അവൻ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. അതാ കണ്ടില്ലേ. ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം കേട്ടോ. ഇത് ഏകദേശം 1 വർഷമായി അവർ ഇത് വച്ച് പണി തുടങ്ങിയിട്ട് ഇതിൽ. പക്ഷേ ഇപ്പോഴാണ് അതിൽ കായ ഉണ്ടായി വരുന്നത്. കണ്ടോ, ഓരോ കായൊക്കെ എൻ്റെ നടുക്ക് ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റായിട്ടുള്ള ഒരു വിളവ് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്ത എല്ലാ കായയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും എല്ലാത്തിൽ തന്നെ പൈനാപ്പിളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ റബ്ബർ ചെറിയ രീതിയിൽ നമ്മൾ വളർന്നു വരുന്നുണ്ട്. ഏകദേശം ഒരു 10-11 മാസം ശരിക്കും 1 വർഷം. അതായത് നമുക്ക് ഇവിടെയും കൂടെ കുറച്ച് ഒരു 2-3 വാഴകൾ ഇപ്പം ഉണ്ട് കേട്ടോ. കുറച്ച് നിൽക്കുന്ന വാഴകളാണ്, പക്ഷേ ചെല്ലിയുടെ ശല്യം ഭയങ്കരമാണ്. ഈ ഒരു വാഴയിൽ ശരിക്കും ചെല്ലി കയറിയതാണ്. ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു വാഴ കഴിഞ്ഞ ദിവസം മറിഞ്ഞ് നടാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെട്ടിയെടുത്തു. 18 കിലോ ഉണ്ടായിരുന്നു. 45 രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തത്. ഒരു ഇച്ചിരി വില കുറഞ്ഞു പോയി. എന്നാലും 810 രൂപ ഒരു കൊലയ്ക്ക് കിട്ടി. എന്നാലും കുഴപ്പമില്ല, വില ഇച്ചിരി കുറച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. 50 രൂപയൊക്കെ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നേരത്തെ കാണിച്ച ഒരു സംഭവത്തിൻ്റെ ഒരു കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ളൊരു സീൻ. ഇപ്പോൾ നമ്മൾ ഈ പൈനാപ്പിള് വേറൊരു പാർട്ടിക്ക് കൃഷി ചെയ്യാൻ കൊടുത്തേക്കണയാണ്. അപ്പോൾ അവരതിന് പകരമായിട്ട് റബ്ബർ വെച്ച് തരും. റബ്ബറൊക്കെ ഒരുവിധം വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏകദേശം 1 കൊല്ലമായി അവർ പണി തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യത്തെ ഒരു വിളവാണ്. കണ്ടോ, ഒരു കുഞ്ഞനിരിക്കണുണ്ടോ. ഒരു 1.5 മാസം കൂടെ വേണ്ടി വരും ഇവനെ റെഡിയാക്കി എടുക്കാനെന്ന് എനിക്ക് തോന്നുന്നു. അവരിടയ്ക്ക് വന്ന് വെള്ളം അടിച്ചു പോകും. അതേപോലെ ഈ കാണുന്നത് ആ മെയിൻ കനാലാണ്. നമ്മുടെ ഈ മെയിൻ കനാലിൻ്റെ ബണ്ടയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇഷ്ടം പോലെ വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ കാണിച്ചിട്ടോ. ഇതുണ്ടോ, വെള്ളം ഒഴുകുന്നുണ്ടോ. കുറച്ചൊന്നുമല്ല, നിറച്ചാണ്. കിടന്ന് വരുമ്പോഴത്തേക്കും ഇതാ ഇപ്പോൾ കനാലിൽ കുറേ പിള്ളേർ ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുളിക്കാൻ വരവ്, കനാൽ ചാട്ടമൊക്കെ നമ്മുടെ ഒരു പണ്ടത്തെയൊക്കെ ഒരു വിനോദമായിരുന്നു. ഈ ഒരു കനാൽ ശരിക്കും പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ മെയിൻ കനാലാണ്. ഇത് നമ്മുടെ FACTയിലേക്കും അമ്പലമുകളിലുള്ള FACT റിഫൈനറി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ആ ഒരു പർപ്പസിലാണ് ആദ്യം ഇത് ചെയ്തത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ മധ്യത്തിലുള്ള പ്രദേശങ്ങൾ ജലസേചനം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടിയാണ് ഇത് പോത്താങ്കട്ടിൽ നിന്നും പെരിയാറ്റിൽ നിന്നുള്ള വെള്ളം പോത്താങ്കട്ടിൽ അണകെട്ടി അവിടുന്ന് തിരിച്ച് വിടുന്ന മെയിൻ കനാലാണ്. ഇത് ഇത്രയും വലുതാണ് ഈ കനാൽ. ഇതിൽ ഒരു സമയത്ത് എന്തോരം വെള്ളം ഒഴുകി പോകേണ്ടെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു സ്വല്പം ഒരു അപകട സാധ്യതയെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഒഴുക്കൊന്നും കാണില്ല. പക്ഷേ നല്ല ശക്തമായ അടിയൊഴുക്കുള്ള ഒരു കനാലൂടെയാണ്. പക്ഷെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലേ മുതൽ ഇതിലേക്ക് തന്നെയാണ് ഇത് കണ്ടും ഇവിടെ ഇതിൽ ചാടിയും ഇത് ആ കാണുന്ന പാലത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ എടുത്തിയാടിയും ഡൈവ് ചെയ്തൊക്കെ പലതരത്തിലുള്ള കളികളും ഞങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് കനാലാണെങ്കിൽ കനാലിൻ്റെ പണ്ടേ നിന്ന് ഇതാ വെറും ഒരു 50 മീറ്റർ മാത്രമാണ് കനാലിലേക്കുള്ള. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സൈനിങ് ഓഫ്. ഗുഡ് ബൈ, സി യു നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി. ഗുഡ് ബൈ.